ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ദൃശ്യം 3 കാണാനായിട്ട് ജർമ്മനിയിലെ കീനോപോളിസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ധാരാളം മലയാളികളാണ് കാണാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും ഗ്രോസ് കളക്ഷൻ 150 കോടി അടുത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 250 കോടി എന്തായാലും അടിക്കും. ജർമ്മനിയിൽ പ്രത്യേകിച്ച് നല്ല തള്ളാണ് തിയേറ്ററിൽ. അപ്പം എല്ലാവരും കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് നല്ല റിവ്യൂ ആണ് കേട്ടിരിക്കുന്നത്. അപ്പം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എന്താ പരിപാടി? എന്തിനാ വന്നെ? നമ്മുടെ ലാലേട്ടന്റെ സിനിമ കാണാൻ. നമ്മൾ ദൃശ്യം 3 കാണാൻ വന്നാണ്. പക്ഷെ എന്താ വെച്ചാൽ പ്രതീക്ഷയുടെ ഭാരം ഇല്ലാതെ നമ്മൾ വന്നത് അല്ലേ? അതെ, ചെറിയ പ്രതീക്ഷ ഉണ്ട്, മിനിമം ഗ്യാരണ്ടി ഉണ്ട്. എന്നാലും റിവ്യൂ ഒന്നും അത്ര അല്ല, ഒരു മിക്സഡ് റിവ്യൂ ആണ്. ചിലവർക്ക് ഇഷ്ടമായി, ചിലവർക്ക് ആയിട്ടില്ല. പക്ഷെ ആലോചിക്കാണ്, ദൃശ്യം 1, 2 കഴിഞ്ഞിട്ട് 100 കണക്കിന് ആൾക്കാരായിരിക്കും ദൃശ്യം 3ന്റെ സ്റ്റോറി ജിത്തു ജോസഫിന് അയച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന്ന് തെരഞ്ഞെടുത്തുള്ള ഒരു കഥയായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്തൊരു കഥയായിരിക്കും. എന്തായാലും പ്രതീക്ഷയുടെ അമിതഭാരം നമുക്കില്ല. ഈ 2 ദിവസം കഴിഞ്ഞോണ്ട് എന്തായാലും കണ്ടു നോക്കിയിട്ട് പറയാം. അല്ല, മലയാളികൾ മാത്രമല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടം വളരെ ഇഷ്ടപ്പെട്ടു. മിക്സഡ് റിവ്യൂ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. കാരണം പല ആൾക്കാരും പുറത്തു പോകുമ്പോൾ അവർക്ക് ചിലവർക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എക്സ്പെക്ടേഷൻ കുറവായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൊണ്ട് വളരെയധികം ഇഷ്ടമായി. 100% എൻജോയ് ചെയ്യാൻ പറ്റി. തുടക്കത്തിലൊക്കെ ശരിക്കും നമ്മൾ വിചാരിക്കും ഒരു 10-200 പോലീസുകാർ വരുന്നു, ഭയങ്കര ഹൈ ലെങ്ത് സിനിമ, മറ്റേ ഹെലികോപ്റ്റർ ഷോട്ട്, അതൊന്നുമില്ല. പക്ഷെ നമ്മൾ ഫുൾ ടെൻഷനിലായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് പിന്നെ വേറെ ലെവലിൽ പിക്ക് ചെയ്തു. അപ്പൊ പല വിധത്തിലും ഈ സിനിമ കൊണ്ടുപോയിരുന്നു. പക്ഷെ 100% എൻഗേജ് ചെയ്യിച്ചു. ആ ഒരു ടെൻഷൻ നമുക്ക് തന്നു. പിന്നെ ചെറിയൊരു സ്കോപ്പിൽ ആ ഒരു ലിമിറ്റഡ് ഏരിയയും കാര്യങ്ങളും വെച്ചിട്ട് ആ ഒരു 100% എനിക്ക് വളരെ ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ പടം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഹാഫ് കുറച്ച് ലാഗ് ആയിട്ടാണ് വന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ച് നന്നായിരുന്നു. ക്ലൈമാക്സ് കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ലൊരു റൈറ്റിങ്ങും ഡയറക്ഷനും ഒക്കെ കൊള്ളാം. സെക്കൻഡും ഫസ്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു വേറിട്ട രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു ഇതും കൂടെ വരാനുണ്ട്. അതിൽ മാത്രമേ നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളും കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.